ഹായ് ചിൽഡ്രൻസ് എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 5ാമത്തെ യൂണിറ്റ്. എന്താണ് പേര്? റൂറൽ വൈബ്സ്. അതിലെ ആദ്യത്തെ ലെസൺ സീഡ് ആൻഡ് സോയിൽ. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്റ്റോറി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? നഷ്ടസ്മൃതിയുടെ കാലം എന്ന നോവലിൽ നിന്നും എടുത്ത കുറച്ച് താളുകളാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. സീഡ് ആൻഡ് സോയിൽ, വിത്തും മണ്ണും. Her name was Parvati. Her folks and neighbors called her Paru. There were paddy fields all around her house. She loved the fields, the trees, and the plants. She always cared for all the living things around her. Paru's mother had died of a rare disease years ago. Paru really missed her mother very much. She often remembers the words of her mother. Nature is our mother. Paru's father would often console her. Never think Amma is gone. She is with us. Paru's grandmother also did everything she could to make her cheerful. She followed her like a shadow. Paru loved her grandmother very much. She called her Ichu Amma. പാർവതി എന്നായിരുന്നു അവളുടെ പേര്. അവളുടെ വീട്ടുകാരും അയൽക്കാരും അവളെ പാറു എന്നാണ് വിളിച്ചിരുന്നത്. അവളുടെ വീടിനു ചുറ്റും നെൽപ്പാടങ്ങൾ ഉണ്ടായിരുന്നു. വയലുകളെയും മരങ്ങളെയും ചെടികളെയും അവൾ സ്നേഹിച്ചിരുന്നു. ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളെയും അവൾ എപ്പോഴും പരിപാലിച്ചു. പാറുവിന്റെ അമ്മ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപൂർവ രോഗം ബാധിച്ച് മരിച്ചിരുന്നു. പാറുവിനെ അമ്മയെ വളരെയധികം മിസ് ചെയ്യുമായിരുന്നു. പ്രകൃതിയാണ് നമ്മുടെ അമ്മ എന്ന അമ്മയുടെ വാക്കുകൾ അവൾ പലപ്പോഴും ഓർക്കാറുണ്ട്. പാറുവിന്റെ അച്ഛൻ പലപ്പോഴും അവളെ ആശ്വസിപ്പിക്കുമായിരുന്നു. അമ്മ പോയി എന്ന് ഒരിക്കലും കരുതരുത്, അമ്മ നമ്മോടൊപ്പമുണ്ട്. പാറുവിന്റെ മുത്തശ്ശിയും അവളെ സന്തോഷിപ്പിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തു. പാറു ഒരു നിഴൽ പോലെ മുത്തശ്ശിയെ പിന്തുടർന്നു. പാറു മുത്തശ്ശിയെ വളരെയധികം സ്നേഹിച്ചു. മുത്തശ്ശിയെ അവൾ എച്ചുവമ്മ എന്ന് വിളിച്ചു. One bright day, Paru's father went on a journey far away. Today I shall go with grandma to the fields, Paru said to herself. She approached her grandma. Ichuvamma was sitting on the veranda. Why don't we go to the fields today? Paru asked. Sure, let's go, Ichuvamma replied. Without another word, they started towards the fields. ഒരു നല്ല ദിവസം പാറുവിന്റെ അച്ഛൻ ദൂരെ ഒരു യാത്ര പോയി. ഇന്ന് ഞാൻ മുത്തശ്ശിയോടൊപ്പം വയലിലേക്ക് പോകും, പാറു സ്വയം പറഞ്ഞു. അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു. എച്ചുവമ്മ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് വയലിലേക്ക് പോകാമല്ലോ, പാറു ചോദിച്ചു. ശരി, നമുക്ക് പോകാം, എച്ചുവമ്മ മറുപടി പറഞ്ഞു. മറുവാക്കുമില്ലാതെ അവർ വയലുകളിലേക്ക് പോയി. They stood at the edge of the field and looked out the vast stretch of paddy fields. It was covered with muddy water. A warm breeze made ripples on the surface. The air was alive with the call of birds. A row of men and women were planting the paddy seedlings. They were humming an old folk song. Grandma, let's join them, said Paru. Paru held Grandma's hand lovingly as they went down into the field. അവർ വയലിന്റെ അരികിൽ നിന്നുകൊണ്ട് വിശാലമായ നെൽപ്പാടങ്ങളിലേക്ക് നോക്കി. അത് ചെളിവെള്ളത്താൽ മൂടപ്പെട്ടിരുന്നു. ഒരു ചൂടുള്ള കാറ്റ് ആ പ്രദേശത്തെല്ലാം അലകൾ സൃഷ്ടിച്ചു. പക്ഷികളുടെ കളനാദം അന്തരീക്ഷത്തിൽ കേൾക്കാമായിരുന്നു. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒരു നിര നെൽച്ചെടികൾ നടുകയായിരുന്നു. അവർ ഒരു പഴയ നാടൻ പാട്ട് മൂളിക്കൊണ്ടിരുന്നു. മുത്തശ്ശി, നമുക്ക് അവരോടൊപ്പം ചേരാം, പാറു പറഞ്ഞു. അവർ വയലിലേക്ക് ഇറങ്ങുമ്പോൾ പാറു മുത്തശ്ശിയുടെ കൈകൾ സ്നേഹപൂർവ്വം പിടിച്ചു. They joined the farmers in planting the seedlings. The farmers were happy to see them. They began to do the work with added enthusiasm. Now Paru looked at her grandmother. She noticed that Ichuvamma was tired. The girl asked her if she should fetch an umbrella. With a smile, the grandmother declined the offer. Paru held her grandmother's frail hand tight as they walked through the field. The sun was getting hot. Ichuvamma noticed that Paru was sweating. Go home, dear. If you say like this, you may catch a cold. You know, I am used to this heat. The grandmother told Paru. No, I want to be with you, Paru replied. Oh,
What a naughty girl! You have always been like this, Grandma whispered lovingly. They continued to walk. കർഷകർക്കൊപ്പം അവർ തൈകൾ നടുന്നതിൽ പങ്കുചേർന്നു. അവരെ കണ്ടപ്പോൾ കർഷകർ സന്തോഷിച്ചു. അവർ കൂടുതൽ ഉത്സാഹത്തോടെ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പാറു മുത്തശ്ശിയെ നോക്കി. എച്ചുവമ്മ ക്ഷീണിതയാണെന്ന് അവൾ ശ്രദ്ധിച്ചു. പാറു മുത്തശ്ശിയോട് കുടയെടുക്കണോ എന്ന് ചോദിച്ചു. ഒരു പുഞ്ചിരിയോടെ മുത്തശ്ശി വാഗ്ദാനം നിരസിച്ചു. അവർ വയലിലൂടെ നടക്കുമ്പോൾ പാറു മുത്തശ്ശിയുടെ ദുർബലമായ കൈ മുറുകെ പിടിച്ചു. വെയിൽ ചൂടാകുന്നുണ്ടായിരുന്നു. പാറു വിയർക്കുന്നത് എച്ചുവമ്മ ശ്രദ്ധിച്ചു. വീട്ടിലേക്ക് പോകാം. നീ ഇങ്ങനെ നിന്നാൽ നിനക്ക് ജലദോഷം പിടിപെടും. നിനക്കറിയാമോ, എനിക്ക് ഈ ചൂടിനോട് പരിചയമുണ്ട്, മുത്തശ്ശി പാറുവിനോട് പറഞ്ഞു. ഇല്ല മുത്തശ്ശി, എനിക്ക് മുത്തശ്ശിയോടൊപ്പം നിൽക്കണമെന്ന് പാറു മറുപടി പറഞ്ഞു. ഓ, എന്തൊരു വികൃതി പെൺകുട്ടി! നീ ഇപ്പോഴും ഇങ്ങനെയായിരുന്നു, മുത്തശ്ശി സ്നേഹത്തോടെ മന്ത്രിച്ചു. അവർ നടത്തം തുടർന്നു. Standing in the hot sun, Ichuama talked about farmers and their methods of farming. Do you know, dear, these farmers are to us. Their hearts are filled with love, said Ichuama. You know, fallen flowers, leaves, and dead insects decay in the soil. It is good manner of plants, she added. She became silent for a while and continued. The paddy fields are gradually disappearing these days, she said with a sigh. She took a bunch of paddy plants and held it close to her chest. She started singing a melodious folk song. കൊടും വെയിലിൽ നിന്നുകൊണ്ട് എച്ചുവമ്മ കർഷകരെക്കുറിച്ചും അവരുടെ കൃഷിരീതികളെക്കുറിച്ചും സംസാരിച്ചു. ഈ കർഷകർ ഞങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവരാണെന്ന് പാറുവിനറിയാമോ? അവരുടെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു, എച്ചുവമ്മ പറഞ്ഞു. നിനക്കറിയാമോ, കൊഴിഞ്ഞ പൂക്കളും ഇലകളും ചത്ത പ്രാണികളും മണ്ണിൽ അഴുകിത്തുടങ്ങും. ഇത് സസ്യങ്ങൾക്ക് നല്ല വളമാണ്, അവർ കൂട്ടിച്ചേർത്തു. കുറച്ചുനേരം മൗനം പാലിച്ചു. തുടർന്ന് പറഞ്ഞു, ഇക്കാലത്ത് നെൽവയലുകൾ ക്രമേണ അപ്രത്യക്ഷമാകുകയാണ്. അവർ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ഒരു കൂട്ടം നെൽച്ചെടികളെടുത്ത് നെഞ്ചോട് ചേർത്തു പിടിച്ചു. അവർ ഒരു ശ്രുതിമധുരമായ നാടൻ പാട്ട് പാടാൻ തുടങ്ങി. The sweet melody echoed in the field. Paru was very much immersed in the song. Suddenly, she thought about her father. She looked back towards her home, wondering if her father had returned. She knew very well that he wouldn't allow his old mother to stand for so long in the sun. Ichwama was 68, but her spirits remained strong. Ichwama was again busy with the work. Soon she felt a gentle touch on her shoulder. It was Paru's father. He gently held her hand and said, Amma, it's getting very hot. If you stay out in the hot sun, you will be totally exhausted. Let's go home. But Ichuama looked at him with a tender smile and replied, The farm is my home, dear. I'm quite fine here. ആ മധുരരാഗം പാടത്ത് പ്രതിധ്വനിച്ചു. പാറു പാട്ടിൽ മുഴുകി. പെട്ടെന്ന് അവൾ അച്ഛനെക്കുറിച്ച് ചിന്തിച്ചു. അച്ഛൻ തിരിച്ചെത്തിയോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. വൃദ്ധയായ അമ്മയെ ഇത്രയും നേരം വെയിലത്ത് നിൽക്കാൻ അദ്ദേഹം അനുവദിക്കില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. എച്ചുവമ്മയ്ക്ക് 68 വയസ്സായിരുന്നു. പക്ഷേ അമ്മയുടെ മനസ്സ് ശക്തമായിരുന്നു. എച്ചുവമ്മ വീണ്ടും ജോലിയിൽ മുഴുകി. പെട്ടെന്ന് എച്ചുവമ്മയുടെ തോളിൽ ഒരു മൃദുലമായ സ്പർശം അനുഭവപ്പെട്ട്. അത് പാറുവിന്റെ അച്ഛനായിരുന്നു. എച്ചുവമ്മയുടെ കൈ പിടിച്ചു പറഞ്ഞു, അമ്മേ, ഇത് വളരെ ചൂടാകുന്നു. അമ്മ പൊരിവെയിലിൽ നിന്നാൽ അമ്മ പൂർണ്ണമായും ക്ഷീണിതയാകും. നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്നാൽ എച്ചുവമ്മ ഒരു മൃദുലമായ പുഞ്ചിരിയോടെ പാറുവിന്റെ അച്ഛനെ നോക്കി മറുപടി പറഞ്ഞു, മോനെ, കൃഷിയിടം എൻ്റെ വീടാണ്. എനിക്ക് ഇവിടെ സുഖമാണ്. The day's experience moved Paru deeply. She had learned many things. She understood the new ways of farming. She became aware of the importance of farmers. She felt the warmth of the mother earth beneath her feet. For a moment, she thought of her mother. She felt her mother's presence beside her. She lay on the ground like a child in a mother's lap.
ആ ദിവസത്തെ അനുഭവം പാറുവിനെ ആഴത്തിൽ സ്പർശിച്ചു. അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. കൃഷിയുടെ പുതിയ രീതികൾ അവൾ മനസ്സിലാക്കി. കർഷകരുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവൾ ബോധവതിയായി. തൻ്റെ കാൽക്കീഴിൽ ഭൂമിമാതാവിൻ്റെ ചൂട് അവൾ അനുഭവിച്ചു. ഒരു നിമിഷം അവൾ അമ്മയെക്കുറിച്ച് ചിന്തിച്ചു. അമ്മയുടെ സാന്നിധ്യം അവൾക്ക് അനുഭവപ്പെട്ടു. അമ്മയുടെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലെ അവൾ നിലത്ത് കിടന്നു. Can we discuss about the author? Dr. K.P. Sudhira is a Malayalam writer from Kerala. She has published many works including novels, poetry, travelogues, biographies, memoirs, and children literatures. Many of her works have been translated to various languages. She won the Kerala Sahitya Academy Award in 2022. So, ഈ മനോഹരമായിട്ടുള്ളത് എഴുതിയതാരാണ്? ഡോക്ടർ കെ പി സുധീറ അല്ലേ? നമ്മുടെ മലയാളം കേരളത്തിൽ ജനിച്ചു വളർന്ന് നമ്മുടെ മലയാളം റൈറ്ററാണ് ആര്? ഡോക്ടർ കെ പി സുധീറ. അവരൊരുപാട് നോവൽസും പൊയട്രി അല്ലേ, കവിതകളും കഥകളും ബയോഗ്രഫീസും കുട്ടികളുടെ ലിറ്ററേച്ചറും എല്ലാം അവർ എഴുതിയിട്ടുണ്ട്. അവരെന്താണ് അവരുടെ കൃതികളെല്ലാം ഒരുപാട് ലാംഗ്വേജസിലോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2022 ലഭിച്ചിട്ടുമുണ്ട് അല്ലേ? അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു നമുക്ക് ഈ താളുകൾ എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? നഷ്ടസ്മൃതിയുടെ കാലം എന്ന് പറഞ്ഞ നോവലിൽ നിന്നാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിൻ്റെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യണം. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്യാം. സോ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. ബൈ ബൈ.